നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുകൾ കിടക്കാം. ഇന്ത്യൻ മാർക്കറ്റ് ഹൈലി വോളറ്റിലായിട്ടുള്ളൊരു മാർക്കറ്റായി മാറി. ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ സെല്ലിങ് വളരെയധികം എവിഡൻ്റ് ആയിരുന്നു. അതിനുശേഷം HDFC IT സെക്ടർ നടത്തിയ ശക്തമായിട്ടുള്ളൊരു ചെറുത്തുനിൽപ്പാണ് നിഫ്റ്റിക്ക് ഇന്നലെ ഒരു 0.5% എങ്കിലും റാലി രേഖപ്പെടുത്താനായിട്ട് പറ്റിയത്. ഇന്നും അതുപോലെ തന്നെ HUL പോലെയുള്ള ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ട് വന്നു. അത് റിയാക്ട് ചെയ്യപ്പെടും. നിഫ്റ്റി 50യുടെ എക്സ്പയറി ആണ് ഇന്നുള്ളത്. ഇന്നലെയും FIS ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലേഴ്സ് ആയിരുന്നു. 4026 കോടി രൂപയ്ക്ക് FIS സെല്ല് നടത്തി. അപ്പോൾ എന്ത് തന്നെ സംഭവിച്ചാലും FIS സെല്ലിംഗ് മോഡിൽ തന്നെയാണ് പോകുക എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു അജണ്ട. DIs ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ ചെയ്തിട്ടുണ്ട്. 3640 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഓരോ ഹൈസിലും സെല്ല് ചെയ്യാനായിട്ട് FIS കാത്തിരിക്കുന്നത് ഓൾറെഡി തന്നെ അറിയാവുന്ന പോലെ തന്നെയാണ് ഇപ്പോൾ പ്രോ ട്രേഡേഴ്സൊക്കെ ട്രേഡ് ചെയ്യുന്നത്. എനിവേ, നമുക്ക് ഗ്ലോബൽ മാർക്കറ്റൊക്കെ നോക്കാം. ഏറ്റവും താഴെ കാണാം നാസ്ഡാക്കും ഡോയും. അതായത് US മാർക്കറ്റ് റാലി തുടരുകയാണ്. അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റാണ്. ഇതിൽ CAC 40 ഫ്രാൻസ് മാർക്കറ്റ് മാത്രം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തപ്പോൾ ജർമ്മനും UK ഫ്ലാറ്റായിരുന്നു. കൂടാതെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ പൊതുവെ ഒരു പ്രത്യേക ഡയറക്ഷൻ കാണിക്കുന്നില്ല. ഒരു സ്ലൈറ്റ്ലി നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ആണുള്ളത്. നിക്കി ജപ്പാൻ മാർക്കറ്റ് 157 പോയിൻ്റ് റാലിയാണ് ഉള്ളത്. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ $2600 ഇടിഞ്ഞു. എങ്കിലും 1 ലക്ഷം മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ബ്രന്റ് ഓയിൽ വീണ്ടും ഒന്ന് സ്ലൈറ്റ്ലി ഫോളായി $78.97 ആയി. ഗോൾഡ് $2755 പെർ ഔൺസ് ആണ് ഉള്ളത്. ഏറ്റവും ടോപ്പിൽ നിന്ന് മൂന്നാമതാണ് ഗോൾഡ് ഉള്ളത്. ഇന്ത്യ വിക്സ് ഇപ്പോൾ നിൽക്കുന്നത് കറൻ്റ്ലി 16.76 ഇന്നലെ മാർക്കറ്റ് റാലി രേഖപ്പെടുത്തിയിട്ട് പോലും 1.69% മാത്രമാണ് ഫോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. കാരണം നമ്മുടെ ബഡ്ജറ്റ് നിൽക്കുകയാണ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഇൻഫോസിസ് 2%, വിപ്രോ 4%, HDFC ബാങ്ക് 3%ഒക്കെ റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ADRൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളത് കുറച്ച് ആശ്വാസം പകരുന്നുണ്ട്. ഇന്ന് പ്രധാന സ്റ്റോക്കുകളുടെ വാർത്തകളിലൊക്കെ പോകുകയാണെങ്കിൽ പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് കമ്പനി ഫെവിക്കോളിൻ്റെ എല്ലാം തന്നെ നിർമ്മാതാക്കൾ നെറ്റ് പ്രോഫിറ്റ് 9% ഇയർ ഓൺ ഇയർ വർദ്ധിച്ച് 557 കോടി രൂപ കരസ്ഥമാക്കി. ഭാരത് എയർടെലിൻ്റെ മൂഡീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി അപ്ഗ്രേഡ് ചെയ്തു. ലോറസ് ലാബ് ഡ്രഗ് കൺട്രോൾ അതോറിറ്റി ഇവരുടെ പ്ലാന്റിൽ ഇൻസ്പെക്ഷൻ നടത്തി. അപ്പോൾ ഒബ്സർവേഷൻസ് എല്ലാം തന്നെ റൈസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ന്യൂസ്. സമ്മാൻ ക്യാപിറ്റൽ കമ്പനി ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റിലൂടെ ഇവർ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ഷിവാസ് ഇവൻ്റ് കമ്പനി GSW സിമെൻ്റായിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. പെർസിസ്റ്റൻറ്റ് സിസ്റ്റം കമ്പനി നെറ്റ് പ്രോഫിറ്റ് 30% ഉയർന്നു. E2E നെറ്റ്വർക്ക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 5 കോടി രൂപയിൽ നിന്ന് 11 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. HUL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 19% ഒരു സ്പൈക്ക് ഉണ്ടായി 3001 കോടി രൂപ കരസ്ഥമാക്കി. 20 മൈക്രോൺ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 11 കോടി രൂപയിൽ നിന്ന് 12 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റായി. അക്സലിയ സൊല്യൂഷൻ കമ്പനി 32 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി 30 കോടി രൂപയിൽ നിന്ന്. BPCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 37% ഇയർ ഓൺ ഇയർ ഉയർന്ന് 4649 കോടി രൂപ കരസ്ഥമാക്കി. ഗ്രാവിറ്റ ഇന്ത്യ കമ്പനി 60 കോടി രൂപയിൽ നിന്ന് 77 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ജഗൻസ്പോൾ ഫാർമ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 39 നിന്ന് 32 ഉയർന്നു. ഗോ ഡിജിറ്റൽ ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇവർ 42 കോടി രൂപയിൽ നിന്ന് 119 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഉജാസ് എനർജി കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് ഫോളായിട്ടുണ്ട് 3 കോടി രൂപയിലേക്ക് ഫോളായി 45 കോടി രൂപയിൽ നിന്ന്. ഓൾ ഡിജിറ്റൽ ടെക് കമ്പനി 11 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. സിഗ്നറ്റിക് ടെക് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 52 നിന്ന് 63 ഉയർത്തി. ലക്ഷ്മി ഓർഗാനിക് ഇൻഡസ്ട്രീസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 8% ഒരു സ്പൈക്ക് രേഖപ്പെടുത്തി. പിരമൽ ഫാർമ കമ്പനി ഇവർ പുതിയൊരു മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. പാരാസ് ഡിഫൻസ് സെക്ടറിലുള്ള കമ്പനിയാണ്. മുംബൈയിലെ നേവി ആയിട്ട് ഒരു പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. ജുപ്പിറ്റർ വാഗൺ കമ്പനി റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ള ന്യൂസാണ് ഉള്ളത്. ഇനി ഇന്ന് നമ്മുടെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ്. അതുമാത്രമല്ല റിസൾട്ട് കാലഘട്ടമാണ്. ഓരോ റിസൾട്ടും എസ്പെഷ്യലി മിഡ് ക്യാപ്പ് കമ്പനീസിൻ്റെ എല്ലാം തന്നെ റിസൾട്ടിന് അനുസരിച്ചൊക്കെ സ്പൈക്കൊക്കെ അല്ലെങ്കിൽ ഫോള് രണ്ട് സൈഡിലേക്കും അതിശക്തമായ രീതിയിൽ മൂവ്മെൻ്റ് ഉള്ള മാർക്കറ്റാണ്. വളരെ ഇപ്പോൾ പഴമക്കാർ പറയും പോലെ നോക്കിയും കണ്ടും
ട്രേഡ് ചെയ്യുക, നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.